പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPM-ഉം CPI-യും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. CPM ആകട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ അവരുടെ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ ഉൾപ്പെടെ ഏതാണ്ട് നടത്തി വലിയെന്തോ ഒരു മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് വിശദമായി ഒരു വീഡിയോ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സ്ഥാനാർത്ഥികളുടെ വിശദാംശങ്ങളെക്കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ CPM-ൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച ഒരു സ്ഥാനാർത്ഥി ഉണ്ട്. ആ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് എൻ്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തന്നെയാണ്. ഞാൻ കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. ആ കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയമാണ് യഥാർത്ഥത്തിൽ എന്നെ വളരെയധികം ഞെട്ടിച്ചത് എന്ന് പറയാതെ വയ്യ. നമുക്കറിയാം, 2016-ലും 2021-ലും കഴക്കൂട്ടത്തു നിന്ന് മത്സരിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനാണ്. അദ്ദേഹം CPM-ൻ്റെ സംസ്ഥാന സമിതി അംഗമാണ്. 2016-21 കാലഘട്ടത്തിൽ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരുന്നു. 2021-26 കാലഘട്ടത്തിൽ അദ്ദേഹം MLA ആയിരുന്നു. എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് അടുത്ത കാലത്ത് നമ്മൾ കൂടുതൽ കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരുകളിൽ ഒന്ന് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനാണ്. കാരണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പുറത്തു കൊണ്ടുവന്ന ശബരിമല പെരുങ്കൊള്ള നടക്കുന്ന സമയത്ത് ഏതാണ്ട് 19 മുതൽ ഉള്ള സമയങ്ങളിലൊക്കെ ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനായി. അപ്പോൾ സ്വാഭാവികമായി കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു, ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കേട്ടു. ശബരിമല പെരുങ്കൊള്ളയിലെ 1-ാം പ്രതിയായിട്ടുള്ള ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തിന് കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിലെ സ്വകാര്യ മുറിയിലിരുന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് സംസാരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നിരുന്നു. ബാംഗ്ലൂർ വിമാനത്താവളത്തിന് പുറത്ത് കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെയായി ബന്ധപ്പെട്ടിരുന്ന സ്വകാര്യ സംഭാഷണം നടത്തുന്ന ഫോട്ടോ പുറത്തു വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകളുടെ നൂലുകെട്ട്, ചെറിയ മകൻ്റെ നൂലുകെട്ടിന് കടകംപള്ളി സുരേന്ദ്രനോട് സന്ദർശിച്ചതിൻ്റെ ഫോട്ടോ പുറത്തു വന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛന് ഉപഹാരം നൽകാൻ വേണ്ടി കടകംപള്ളി സുരേന്ദ്രൻ അവരുടെ വീട്ടിലെത്തിയതുമായി ബന്ധപ്പെട്ട് ഫോട്ടോകൾ പുറത്തു വന്നു. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നടന്നത് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന സമയത്താണ് എന്ന് നമ്മൾ ഓർക്കണം. ഇതിനിടയിൽ രഹസ്യാത്മകമായിട്ടാണെങ്കിൽ പോലും ഈ ശബരിമല പെരുങ്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് നമ്മൾ കാണാനിടയായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഇടതുപക്ഷത്തിന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ദോഷകരമാകാൻ സാധ്യതയുണ്ട് എന്ന് കരുതി അദ്ദേഹത്തെ മാറ്റി നിർത്തും എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അദ്ദേഹത്തെ മാറ്റി നിർത്താതെ വീണ്ടും മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം പ്രചരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം റോഡ് ഷോ നടത്തിയുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷ്വൽസൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥനയും ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷമായി നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നൽകി വരുന്ന അളവറ്റ സ്നേഹവും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസനത്തിനായി ഒത്തൊരുമയോടെ നാം നടത്തിയ പ്രവർത്തനങ്ങൾ ഇന്ന് സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് വീണ്ടും അവസരം ലഭിച്ചിരിക്കുകയാണ്. നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്കും നാടിൻ്റെ സമഗ്ര പുരോഗതിക്കും വേണ്ടി നിങ്ങളുടെ വിലയേറിയ വോട്ടും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. വികസനത്തിൻ്റെ ഈ പ്രയാണം നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. സ്നേഹപൂർവ്വം, കടകംപള്ളി സുരേന്ദ്രൻ. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷയം കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനാണ് ഇടതുപക്ഷത്തു നിന്ന്
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗം കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്ത സാഹചര്യത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ മാറ്റി നിർത്തും എന്ന് ആണ് പൊതുവിൽ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയാണ് എൻ്റെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ നമ്മളിൽ കുറേ പേരെങ്കിലും മറന്നു കിടക്കുന്ന കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയ ചർച്ചാ വിഷയമായ സ്വർണ്ണ കള്ളക്കടത്ത്, അതായത് ഒരു 30 കിലോ സ്വർണം തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ ഗ്രീൻ ചാനലിലൂടെ വന്നത് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, കെട്ടടങ്ങിപ്പോയത്, ആ വിവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി നിൽക്കുന്ന പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ മോദി സർക്കാർ തീരുമാനിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ അതിൻ്റെ പ്രഭവ സ്ഥാനത്ത് പിണറായി വിജയനാണെന്നുള്ളത് പൊതുജനങ്ങൾക്കെല്ലാം അറിയാം. മോദി സർക്കാർ അദ്ദേഹത്തെ സംരക്ഷിച്ചില്ലായിരുന്നെങ്കിൽ പിണറായി വിജയൻ അഴിയെണ്ണുമായിരുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. 2020 അത് ആ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം പുറത്തേക്ക് വരുന്നത്. ഇപ്പോഴും എങ്ങും എത്താതെ അതിങ്ങനെ നിൽക്കുകയാണ്. കാരണം മോദി സർക്കാർ കൈവെള്ളയിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരു നേതാവാണല്ലോ പിണറായി വിജയൻ, അതുകൊണ്ടും മാത്രം. എന്നാൽ ആ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തൊരു പേരാണ് ശ്രീമതി സ്വപ്ന സുരേഷ്. സ്വപ്ന സുരേഷ് ഈ കേസിലെ ഒരു പ്രതിയാണ്. പ്രതിസ്ഥാനത്ത് അവർ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, അവരൊരു അക്യൂസ്ഡ് മാത്രമാണ്, കൺവിക്റ്റ് അല്ല. അവരെ അതിനെ പ്രതിയാണ് എന്ന് ഉള്ളതിന്, അല്ലെങ്കിൽ അവരെ അത് ശിക്ഷിക്കപ്പെടുമെന്നൊക്കെ ഉള്ളതിനൊന്നും നമ്മുടെ മുമ്പിൽ ഒരു തെളിവൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും സ്വപ്ന സുരേഷ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഉച്ചപിടി വെളിപ്പെടുത്തലുകളുണ്ട്. പിണറായി വിജയനെ കുറിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, അവർ M ശിവശങ്കരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ KT ജലീലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരെ കുറിച്ചിട്ട് അവർ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയനെ കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ കുറിച്ചിട്ട് അവർ ഉന്നയിച്ചിട്ടുണ്ട്. അവരിതെല്ലാം കൂടി ചേർത്തുകൊണ്ട് അവർ ചതിയുടെ പത്മവ്യൂഹം എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന് പുറത്തുമൊക്കെ അവർ ഉന്നയിച്ചിട്ടുള്ള ഒരാരോപണങ്ങൾക്കും ഒരാളും മറുപടി കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ പിണറായി വിജയനെതിരെയും ഭാര്യയ്ക്കെതിരെയും മകൾക്കെതിരെയും ഒക്കെ ഉൾപ്പെടെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ, ആരോപണങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും പിണറായി വിജയനോ ഭാര്യയോ മകളോ ഒന്നും അവർക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല. അവർ അത് ഉന്നയിച്ചിട്ട് എനിക്ക് തോന്നുന്നു 2-3-4 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിൽ അവർ 2-3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിൽ ഒന്ന് ശ്രീമാൻ തോമസ് ഐസക്കിനെ കുറിച്ചിട്ടായിരുന്നു, ഒന്ന് ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ടായിരുന്നു, മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനെ കുറിച്ചിട്ടായിരുന്നു, മറ്റൊന്ന് ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ടായിരുന്നു. ഇവർ 3 പേരും സ്വപ്ന സുരേഷുമായി അവർ നടത്തിയ ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സ്വപ്ന സുരേഷ് പരസ്യമായി ആരോപണങ്ങൾ ഉന്നയിച്ചത്. ശ്രീരാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ വീട്ടിൽ പോയതും അവിടെ നിന്ന് മദ്യപിച്ചും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പുറത്തു കൊണ്ടുവന്നു. ശ്രീരാമകൃഷ്ണൻ മദ്യപിച്ച് ബോധരഹിതനായി കിടക്കുന്ന ഫോട്ടോകൾ വരെ അവർ ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്തു. ശ്രീരാമകൃഷ്ണൻ ഒരു നടപടിയോ ഒന്നും അവർക്കെതിരെ എടുത്തതായി നമുക്കറിയില്ല. CPMന്റെ സമുന്നത നേതാവായിട്ടുള്ള ശ്രീമാൻ തോമസ് ഐസക്ക് അവരെ പരസ്യമായി ഒരു യോഗത്തിൽ വെച്ച് അവരുടെ ചെവിയിൽ മൂന്നാർ സന്ദർശിക്കാം, മൂന്നാർ എ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പുറത്ത് പറഞ്ഞു. അതിനെതിരെ തോമസ് ഐസക്കും ഇതുവരെ മാനനഷ്ട കേസൊന്നും കൊടുത്തതായി നമുക്ക് അറിയില്ല. എന്നാൽ ഈ 2 നേതാക്കന്മാരുമായി താരതമ്യം ചെയ്താൽ ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ടാണ് ശ്രീമതി സ്വപ്ന സുരേഷ് അതിഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത്. അവരെ പല ചാനലുകളിലും ഈ കടകംപള്ളി സുരേന്ദ്രൻ്റെ താനുമായിട്ടുള്ള ഇടപെടലിനെ കുറിച്ചിട്ടുള്ള അഭിമുഖങ്ങൾ നൽകിയെങ്കിലും അവർ പ്രതിപക്ഷം യൂട്യൂബിൽ ഞാൻ സ്വപ്ന സുരേഷുമായി 2 ലക്കം ഇൻ്റർവ്യൂ ചെയ്യുകയുണ്ടായി.
ആ രണ്ടിലക്കം ഇൻ്റർവ്യൂവിലാണ് ഒരുപക്ഷെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവ് ആരാണെന്നും ആ നേതാവ് സ്ത്രീകളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും ആ നേതാവിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും വളരെ വിശദമായി സ്വപ്ന സുരേഷ് പറഞ്ഞത്. ആ രണ്ട് ഇൻ്റർവ്യൂ എനിക്കൊന്നൊരു 3 വർഷത്തിനുള്ളിൽ മുമ്പ് ഞാൻ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തു. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു അഭിമുഖമാണ്. ആ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷ് ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് സ്വപ്ന സുരേഷിൻ്റെ വാക്കുകളിൽ തന്നെ എൻ്റെ പ്രേക്ഷകരെ ഞാൻ ഇപ്പോൾ ഒന്ന് കേൾപ്പിക്കാൻ പോവുകയാണ്. അതാണ് ഇനി എൻ്റെ പ്രേക്ഷകർ കേൾക്കാൻ പോകുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ എങ്ങനത്തെ ആളാണ്? അനുഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡു വി റിയലി ലൈക്ക് ടു ടച്ച് ഡേർട്ട്? Very filthy, nasty kind of relationship that or experience I had. Like, I would say relationship because he actually met me first at an inauguration ceremony, and then he puts his hand across my shoulder. The very first time when he... Yeah, for a photograph. Puts it on my shoulder just like that, is for a photograph. So me and I just gave വളരെ official ആയിട്ട് പറഞ്ഞു. Then slowly he once he called me, he said come to my residence at Kaudiyar. In the beginning they were staying there. He was staying at Kaudiyar. Yeah, Kaudiyar. So I had gone there, and then the way he talks is not very appealing. Like, you know, it's not a formal talk. Edo, endado, kutta, kitta, whatever nonsense. Yeah. So നമ്മൾ അങ്ങനെ ഒരു മിനിസ്റ്റർ ലെവലിലാണെങ്കിലും ഒരു പോലീസ് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഒരു ഹയർ അതോറിറ്റി ലെവലിൽ വെൻ വി ആർ സിറ്റിംഗ് ടു ടോക്ക്, ഡോണ്ട് എക്സ്പെക്ട് ദം ടു യൂസ് സച്ച് ടേംസ്. ഐ ഹാവ് എ നെയിം, റൈറ്റ്? സോ I said somewhere there is some spelling mistake. Of course women will understand all these indirect advances. അത് കഴിഞ്ഞിട്ട് he comes to the consulate. What was he trying to harp? What was he trying to convey to you? That he is interested in having some... No. He was a kutta, എൻ്റെ മോൻ ഒരു ജോലി വേണം, അത് നീ വിചാരിച്ച നടക്കും. He was called you kutta? Kutta first time, yeah, okay. And then അത് കഴിഞ്ഞിട്ട് we had a function for the consulate, so I had gone to his house again in Kaudiyar itself with my consul general. Appo when I went, the wife actually വീണിട്ട് കൈ ഒടിഞ്ഞു. His wife കൈ ഒടിഞ്ഞിട്ടിരിക്കുന്നു. So then nobody to make tea, only the minister is there and the wife is there. So I said he said he's telling his wife go make tea. So I said, how she'll make tea? So we said, consul general said, no, we don't want tea. So then I said, he was forcing, please go and make tea. His wife? Yeah. And he was like, ഒരു വല്ലാത്ത depressed face ആയിരുന്നു, ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുക. So I said, I'll go and make tea. വേറെ ആരും അവിടെ ഇല്ലല്ലോ. So I told ചേച്ചി come inside and tell me where everything is. I'll make black tea. അപ്പം ഞാൻ 2 കപ്പ് ചായ കൊണ്ടുപോയി. We are 2 guests, right? 2 കപ്പ് ചായ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു, മൈ കോൺസുൽ ജനറൽ വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് മലയാളം. സോ ഇത് താൻ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചു. അതെ, ഞാൻ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കുടിക്കും. ദാറ്റ് വാസ് ഇൻ ഫ്രണ്ട് ഓഫ് വൈഫ്. അത് പക്ഷേ താനായിരുന്നു. And then slowly, you know, it became very easy for us. Any small function, any Tom, Dick and Harry has to come, I will immediately call Kadakampalli Surendran sir and I say, sir, we have a function, can you please come? We don't have to have any protocol. So he started misusing that, and he started making, you know, one Sunday afternoon he keeps calling and he makes, I say hello and he makes all unwanted noises, and it's like more or less like a phone sex. So I disconnected the call, then I call him back and during daytime or night? Daytime. He was somewhere else, and then I shouted at him royally. Appa ee ingante recordings ingante ee messages, umma kimma and all those messages, all these things I have it with me. That is why I'm saying, you know, that go give a case against me. But then I'm telling you, he didn't bite me, he didn't catch me, he didn't do anything, because I drew a line. And I could have blackmailed him, because he being a minister, I can use him for anything. പക്ഷേ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല.
അപ്പോൾ അത് ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തിപരമായി പറഞ്ഞാൽ എൻ്റെ MLA ആണ്, കഴക്കൂട്ടത്താണ് ഞാൻ താമസിക്കുന്നത്, എൻ്റെ MLA ആണ്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ് CPM-ൻ്റെ. അതുപോലെ തന്നെ ദേവസ്വം ടൂറിസം മന്ത്രിയായിരുന്നു. അപ്പം ഈ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ട് സ്വപ്ന പറഞ്ഞത് കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങനെ ഒരു മന്ത്രിക്ക് പിന്നെ ഇപ്പം പെമ്മക്കളുള്ള വീട്ടിൽ കയറ്റാൻ പാടില്ല എന്ന് സ്വപ്ന പറഞ്ഞാൽ, ഞാനന്നിട്ട് ഏതോ ഒരു TV ചാനലിൽ പോയി സംസാരിച്ചപ്പോഴത്തേക്കും എന്തിനാണ് ഇയാൾ ജീവിച്ചിരിക്കുന്നത്, തൂങ്ങി ചത്തൂടി ഇയാൾക്ക് എന്ന് ഞാൻ ചോദിച്ചു. അപ്പം മാതലയിൽ അത് ചോദിച്ചു. എന്നിരുന്നാൽ പോലും ഒരു CPM-ൻ്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗത്തിനും ഒരു MLA-ക്കും ഒരു മന്ത്രിക്കും ഇത്രയും അങ്ങോട്ട് താഴാൻ പറ്റുമോ? ഇത്രയും അങ്ങോട്ട് താഴുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നു സ്വപ്നയുടെ ഈ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള അനുഭവം ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത് ഒരു ഇനോഗ്രേഷനാണ്. അന്ന് തന്നെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദർ സംതിങ് റോങ് വിത്ത് ഹിം, ബിക്കോസ് ബീയിങ് എ മിനിസ്റ്റർ he actually ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴത്തേക്കും he came and put his hand across my shoulder and I had to actually do this because he's not supposed to do that. ഇത് ഒരു ഫോട്ടോ എടുക്കുന്ന സെഷൻ ആണല്ലോ. ഈ സെന്റർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട ആരുടെയാണ്, പ്രാൺ ഫെർട്ടിലിറ്റി സെന്റർ which is in Kumarapuram. I think it belongs to his relative or something. I'm not very sure about that. So he was little more casual. How did you happen to be there? Consul General was invited for the inauguration, so I had to go with him and the secretary over there. Adu kayinittu then he called me the next day saying that I was shocked to know that you are a Malayali. I thought you are Consul General's wife. You know the dressing and the attire and the he started praising me. So I said valicha karyam parnolu, no issues. And he was just telling me about a placement of a woman in our consulate. So I said tell her to come and meet me. There's no point. There's no problem. We'll work it out. Other guy, he called me for his son's job in UAE. He said he doesn't want to approach Yusuf Ali. He wants to do it through the consulate general, and the son is second one. He is actually an engineer or something of that sort, and we were trying for a job for him. And then later, he started calling on and off regarding his son's job. He comes often to the consulate, drinks tea, and then sits and talks casually to the consul general. He has even come to the consul general's residence for dinner. I have taken my elder brother and my younger brother to his residence also for a dinner because he invited all of us there. No, he speaks Malayalam. Then one fine day he sends messages like Umma, Imma, all those things, and then I just ignored. WhatsApp messages. ഒരു ദിവസം ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് I remember it very shocking. He just called up and I said hello sir പറയൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് he immediately started making some weird noises which is more or less like satisfaction kitna kind of dirty noises and all that. So I disconnected the call and I told him, I gave him right on his face over the phone and I said next time you do this shit you will know. But still he doesn't stop. He's that shameless. Oh, he continues. It doesn't really make a difference at all. Hayat Bolgati, Hayat's inauguration, he literally called me to the room and I said this time I need to show him. I told the PRO to let's go near the door, ring the bell, and then he's there wrapped around in a towel with all dye all over, and then he said, "You come inside and wait for 5 minutes. I'll just take a shower and come." He's that frustrated, that shameless. He was telling on the news the other day that he accidentally came to my house with a lot of people. Nobody can accidentally walk into my house. I was sitting with him on a dais. For an NRI is some this thing at Ramupuram, which belongs to my mother's native. And then I said, we just stay nearby. My mom's house is nearby. So he said, and he came, my mother made tea, gave him mangoes, he ate all the mangoes, he drank tea, and then he came and he says that it was a mistake, he didn't know. But then now I really feel a lot of respect for him because he is just that one gentleman in Kerala's political field today who has so much of pain in Honorable Chief Minister sending me to the jail because Yadana ഒരുപാട് അനുഭവിച്ചെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി is not ready to fight, so I respect. യാതന അനുഭവിച്ചു. അപ്പോൾ ഞാൻ ആ സ്ത്രീയെ അനുഭവിച്ച യാതന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മാനസിക നില മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒന്നിനും
ില്ല എന്ന് പറയുമ്പോൾ ഈ പറയുന്നത് പോലും ഞാൻ തെറ്റാ അദ്ദേഹത്തിനെതിരെ. ബിക്കോസ് മുഖ്യമന്ത്രി എന്നെ മനഃപൂർവ്വം ജയിലിൽ വിട്ടതാണെന്നും അത് യാതനയാണെന്നും അത് തെറ്റായിരുന്നു എന്നും ഞാൻ എൻ്റെ മാനസിക നില തെറ്റിയിരിക്കുക, അതുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കാൻ വരില്ല എന്ന് പറഞ്ഞ നിങ്ങളുടെ MLAയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം അല്ല, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു മന്ത്രിയായിട്ടുള്ള ഒരാള് ഈ പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികളുള്ള വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ എക്സ്ട്രീം അല്ലേ? ഇത്രയും പ്രായമായി ഇത്രയും ഒഫീഷ്യൽ പവറിലിരിക്കുന്ന ഒരു സ്ത്രീയോട് മതിമറന്ന് ഫോണിൽ പോലും മന്ത്രി എന്നുള്ള രീതിയിലും മതിമറന്നിട്ട് വിളിക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കാണാൻ കൊള്ളാമെന്നുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടി +2 കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 10 കഴിഞ്ഞ് നിവർത്തിയില്ലാത്ത ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛനോ അമ്മയോ ഇതിനെയും കൊണ്ട് അയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ടെൽ മീ വാട്ട് ഇസ് ദ ഗ്യാരണ്ടി? ഞാൻ പറയാം, എനിക്കൊരു മകളുണ്ട്. എൻ്റെ മകളുള്ള വീട്ടിൽ എനിക്ക് ഇദ്ദേഹത്തിനെ കയറ്റാൻ പേടിയാണ്. ബിക്കോസ് എത്ര ചീത്ത പറഞ്ഞാലും എത്ര വഴക്ക് പറഞ്ഞാലും ഒരു പക്ഷേ ചെരുപ്പ് വഴി അടി കൊടുത്താലും ഹി ഈസ് ഷെയിംലെസ്, ഹി വിൽ കം ബാക്ക് അഗൈൻ റിട്ടേൺ ആൻഡ് എങ്ങനെയെങ്കിലും ഒന്ന് സക്സസ്ഫുൾ ആവണം, അച്ചീവ് ചെയ്യണം. അതിനുവേണ്ടി എന്തും എത്ര തരം താണാലും ഒരു മടിയില്ല എന്നുള്ളതാണ് അല്ലേ? തഴം താഴുന്നതാണോ അതോ അദ്ദേഹത്തിന് അങ്ങനത്തെ മാനസിക അസുഖം വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സുഹൃത്തുക്കളെ കേട്ടല്ലോ, ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ഈ CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ഈ മൂന്നാം തവണ കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന നേതാവുമായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ, ആ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ നേതാവിന് മത്സരിക്കാൻ എന്തെങ്കിലും യോഗ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ആ മണ്ഡലത്തിൽ 50% സ്ത്രീകളാണുള്ളത്. സ്വപ്ന സുരേഷ് എന്ന് പറയുന്നത് UAE-യുടെ കൗൺസിൽ ജനറലിൻ്റെ ഓഫീസിൽ ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വനിതയാണ്. ഒരു ഉന്നത സ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നതാണ്. വളരെയേറെ കഴിവുള്ള ഒരു വനിതയും. അവരുമായി ഇടപെടുന്ന സമയത്ത് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്നു, ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്നു 1ാം പിണറായി സർക്കാർ. ആ മന്ത്രിയായിരുന്ന സമയത്ത് കൗൺസിൽ ജനറലിൻ്റെ ഓഫീസിൽ ഉന്നത സ്ഥാനത്ത് ജോലി ചെയ്തിരുന്ന സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു വനിതയോട് എത്ര നീചവും എത്ര മോശമായ രീതിയിലാണ് പെരുമാറിയത് എന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ചില സ്ത്രീകളെ കണ്ടാൽ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു മനുഷ്യനായിരുന്നു ഇയാൾ എന്നല്ലേ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? അത്ര മോശമായി സ്ത്രീകളോട് പരസ്യമായി പോലും പെരുമാറുന്ന ഒരു സ്ത്രീ ലംബടനായിരുന്നു കടകംപള്ളി സുരേന്ദ്രൻ എന്നല്ലേ ഈ സ്വപ്ന സുരേഷിൻ്റെ വാചകങ്ങൾ. അതായത് വീട്ടിൽ കയറ്റാൻ കൊള്ളുകയില്ല എന്നാണ് അവർ പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരികളായിട്ടുള്ള മക്കളുള്ള വീടുകളിലേക്ക് കയറ്റാൻ പാടില്ല എന്നും ചെരുപ്പൂരി അടിക്കേണ്ടവനാണ് ഇയാൾ എന്നും വരെ സ്വപ്ന സുരേഷ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് അവരുടെ അഭിമുഖത്തിൽ. ലൈംഗിക ചുവയോടുകൂടിയിട്ടുള്ള ഒരുപാട് വാട്സാപ്പ് മെസ്സേജുകൾ എനിക്ക് അയച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. എനിക്കെതിരെ മാനനഷ്ട കേസുമായി കടകംപള്ളി സുരേന്ദ്രൻ വരട്ടെ, അപ്പം ഞാനത് കോടതിയിൽ സമർപ്പിച്ചോളാം അവർ പറഞ്ഞു. ഈ സംഭവം ഈ അഭിമുഖം കഴിച്ചിട്ട് വർഷം 3 കഴിഞ്ഞു. കടകംപള്ളി സുരേന്ദ്രൻ കാമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കാരണം സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു കാരണവശാലും ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ കഴക്കൂട്ടം മണ്ഡലത്തിലെ വോട്ടർമാർ വിജയിപ്പിക്കരുത് എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് തരം താഴ്ന്ന ഒരു സ്ത്രീ ലംബടനാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതുകൊണ്ട് ആ മണ്ഡലത്തിലെ സ്ത്രീകൾ, 50% വരുന്ന സ്ത്രീകൾ, അവരിൽ ഒരാൾ പോലും കടകംപള്ളി സുരേന്ദ്രന് വോട്ട് കൊടുക്കരുത്. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്ന, സ്ത്രീകൾ ലജ്ജയോടുകൂടി ചിന്തിക്കേണ്ട ഒരു സ്ത്രീ ലംബടനാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്നതിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവാണ് സ്വപ്ന സുരേഷ് ഇതിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് 11 മണിയാകുമ്പോൾ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ 5 അക്കത്തിനെങ്കിലും കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് തോറ്റിരിക്കും എന്ന് ഉറപ്പുവരുത്താനുള്ള ബാധ്യത കഴക്കൂട്ടം മണ്ഡലത്തിലെ പൊതുവിൽ അവിടുത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കുമായിരിക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.